ഹായ്. ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വളരെ സുപരിചിതമാണ് ആ പേര് നമുക്കിടയിൽ. പ്രത്യേകിച്ച് ഈ എയറോനോട്ടിക്സ്, ഏവിയേഷൻ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് ശേഷം ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പൊതുവേ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനം, ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനമാണ് HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. നിങ്ങൾക്കറിയോ അത്? ഈ 1940 ഈ സ്ഥാപനം ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അന്ന് അതിന്റെ പേര് ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് എന്നായിരുന്നു. അല്ല, രസം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 1943 മുതൽ കുറഞ്ഞ കാലം ഈ അമേരിക്കൻ എയർഫോഴ്സിന്റെ കീഴിലായിരുന്നു ഈ സ്ഥാപനം. ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1947 ശേഷം അത് കേന്ദ്ര ഗവൺമെന്റിന് കീഴിലായി. ഇപ്പൊ അത് ഒരു ശരിക്ക് പബ്ലിക് അണ്ടർടേക്കിംഗ് ആണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലാണുള്ളത്. ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരുപാട് ടെക്നിക്കൽ അഡ്വാൻസ്മെന്റുകളും പുതിയ ക്രാഫ്റ്റുകളുടെ നിർമ്മാണവും മെയിൻ്റനൻസും ഒക്കെ പൊതുവെ HAL ചെയ്യുന്നുണ്ട്. നോക്ക്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, റിപ്പയറിംഗ്, മാനുഫാക്ചറിംഗ് പൊതുമേഖല സ്ഥാപനമാണ് HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ ചരിത്രം പറയാൻ വന്നതല്ല. സത്യത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നുള്ള പേര് അത് മാറ്റിയിട്ടത് 1964. അതിനുശേഷം 1969 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കീഴിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മാനേജ്മെന്റ് അക്കാഡമി എന്ന പേരിൽ ഒരു സ്ഥാപനം വന്നു. ആ സ്ഥാപനത്തിന് കീഴിൽ 2 മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഫുൾ ടൈം റെസിഡൻഷ്യൽ 2 years പ്രോഗ്രാം. ഒന്ന് PG ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ ഏവിയേഷൻ പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്നാണ് അതിനെ പറയുന്നത്. മറ്റൊന്ന് ഏവിയേഷൻ മാനേജ്മെന്റ്, അതിൽ 60 സീറ്റാണുള്ളത്. മറ്റൊന്ന് PG ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ്, സ്പെസിഫിക് ആയിട്ട് അതൊരു എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം പോലെ തന്നെയാണ്. പക്ഷെ അത് 2 years ഫുൾ ടൈം റെസിഡൻഷ്യൽ ആണ്. 120 സീറ്റ്സ് ആണ് ഇതിനുള്ളത്. ഈ സ്ഥാപനത്തെ കുറിച്ച് അധികം ആളുകൾക്ക് അറിയില്ല, ഇങ്ങനെ ഒരു മാനേജ്മെന്റ് പ്രോഗ്രാം ഉള്ളത്. ഇങ്ങനെ ഒരു സ്ഥാപനം വളരെ വ്യത്യസ്തമായ ഏവിയേഷൻ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ജനറൽ ഏവിയേഷൻ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. കെംപഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂരും, ഏണസ്റ്റ് ആൻഡ് യങ്ങും, കേപ്പ് ജെമിനിയും, അതുപോലെ തന്നെ ലുഫ്താൻസ ടെക്നിക്കും, ടാറ്റ കൺസൾട്ടൻസിയും, ടാറ്റ അഡ്വാൻസ്മെന്റും ഒക്കെ ഇത്തരം കമ്പനികൾ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പ്ലേസ്മെന്റ് ഉള്ള ഒരു സ്ഥാപനമാണ്. പലപ്പോഴും ഇത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരം. ഈ സ്ഥാപനം ഇപ്പൊ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഇതേ സമയത്താണ് ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ആയ എൻട്രൻസ് എക്സാമിനേഷൻ വേറെ ഒന്നുമില്ല. അവർ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അവരുടെ ഒരു രീതി, ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിൽ വരുന്നത് ഈ ക്യാറ്റ്, സിമാറ്റ്, ജിമാറ്റ്, ആത്മ, മാറ്റ് പോലുള്ള കോമ്പറ്റീവ് എക്സാം, അതുപോലെ സാറ്റ്, ഈ കോമ്പറ്റീവ് എക്സാം മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ 6 ടെസ്റ്റുകളിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ സ്റ്റേറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഔദ്യോഗികമായ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ടെസ്റ്റുകൾ എഴുതി കഴിഞ്ഞ ആളുകൾ, ഇതിൽ 35% വെയിറ്റേജ് ആണ് കേട്ടോ ഈ ടെസ്റ്റിന് കൊടുക്കുന്നത്. അപ്പൊ സെലക്ഷൻ ഒരു വെയിറ്റേജ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ അക്കാഡമിക് പെർഫോമൻസിന് ഒരു 20% വെയിറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ റിട്ടൺ എക്സാം, ഒരു റിട്ടൺ എബിലിറ്റി ടെസ്റ്റ്, സാധാരണ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ടെസ്റ്റ് ആണ്. എല്ലാത്തിനും ഇല്ല, ചില മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ. അതിലൊന്നാണ് റിട്ടൺ എബിലിറ്റി ടെസ്റ്റ്. അപ്പൊ റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, അതൊരു പെർട്ടിക്കുലർ ടോപ്പിക് തന്ന് നമ്മൾ അത് എഴുതണം. മറ്റൊന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂ. ഈ 3നും കൂടി ഒരു 35% സ്കോർ. അതിന് പുറമെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ സ്പോർട്സിലൊക്കെ ഉള്ള പെർഫോമൻസിന് ഒരു 10% വെയിറ്റേജ്. അപ്പൊ ഈ വെയിറ്റേജുകൾ മൊത്തത്തിൽ ഈ 100% ഇതിൽ നിന്നാണ് വ്യത്യസ്തമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒന്ന് ഈ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾക്ക് ഒരു 35%, അതുപോലെ തന്നെ 20% അക്കാഡമിക് പെർഫോമൻസിന്, ദെൻ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂ, റിട്ടൺ ടെസ്റ്റ് ഇതിന് ഒരു 35%, ദെൻ 10% കോ കരിക്കുലർ ആക്ടിവിറ്റീസും സ്പോർട്സും പോലുള്ളതിന്. ഇങ്ങനെ ഈ പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്യുന്ന ആളുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് പിന്നീട് സെലക്ട് ചെയ്യുന്നത്. 50% മാർക്കോടെയുള്ള ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ല, എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അതല്ലെങ്കിൽ മാനേജ്മെന്റ് ഡിഗ്രിയോ കമ്പ്യൂട്ടർ സയൻസോ ആയിരിക്കണം. 50% മാർക്ക് ഉണ്ടാവണം. റിസർവേഷൻ കാൻഡിഡേറ്റ്സിന് 45% റിക്വയർമെന്റ് പറയുന്നത്. നമുക്ക് ഈ പ്രോസസ്സിലൂടെ ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുൾ ടൈം പഠിക്കാം.
AICTE അപ്രൂവൽ ഉള്ളതാണ്, സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഒരു പബ്ലിക് അണ്ടർടേക്കിംഗ് ആണ്, ലോകത്തെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തേജസ് പോലുള്ള ഇന്ത്യൻ ഡിഫൻസിന് ആവശ്യമായ ക്രാഫ്റ്റുകൾ ഡിസൈൻ ചെയ്യുകയും ഉണ്ടാക്കുകയും ചെയ്ത ഒരു സ്ഥാപനമാണ്. നിങ്ങൾ വെറുതെ ഒന്ന് വൈക്കിപീഡിയ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രസകരമായിട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന HAL നിർമ്മിച്ചിരിക്കുന്ന ഒരുപാട് ക്രാഫ്റ്റുകളുടെ ഒരു ചരിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും ലെഗസി ഉള്ള, ചരിത്രപരമായി ഒരുപാട് സ്ഥാനങ്ങളുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത് ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം കരിയറിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതാണ്. മറക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. ജൂലൈ 5-നാണ് ലാസ്റ്റ് ഡേറ്റ്. ബൈ ബൈ. Career Guru, molding your future.